ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ടുപിടിക്കണം. ചേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞ എന്താ ഈ യോഗിയെ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഈ സ്വകാര്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണോ? അതൊരു കേൾക്കുമ്പോൾ അതൊരു ഇൻഫർമേഷൻ കൂടിയല്ലേ? അല്ല, ഞാനിങ്ങനെ നോക്കുമായിരുന്നു നമ്മുടെ പത്രത്തിലൊന്നും വരാത്ത വാർത്തകൾ. നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊന്നും വരാത്ത വാർത്തകളാണ്. അതെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ ഒരു ഗോരഖ്പൂർ എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ്. അദ്ദേഹം ഗോരഖ്നാഥൻ്റെ മുഖ്യ പൂജാരിയാണ്. അവിടുത്തെ മഹന്താണ്. അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളാണ് ഗോരഖ്നാഥൻ്റെ മുഖ്യ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ. അതൊരു വികാരമാണ്. മാത്രമല്ല അവിടെ അദ്ദേഹത്തിന് ഹിന്ദു യുവവാഹിനി എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ BJP-യിലൂടെയും RSS-ലൂടെയും വന്ന ആളൊന്നും അല്ലല്ലോ യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു സംഘടന ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 5 ടേം അവിടെ UP-യിൽ MP ആയിരുന്നു, ഏറ്റവും ചെറിയ പ്രായത്തിൽ. ഇപ്പോഴും അദ്ദേഹത്തിന് കഷ്ടിച്ച് 50 വയസ്സിൽ താഴെയുള്ളൂ. അതെ, പ്രായം 50 വയസ്സ് തന്നെ ഇല്ല. കൃത്യമായ പ്രായം വേണം നോക്കി പറയാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 50 വയസ്സ് പോലും ആയിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ്. ഈ ആളുകളൊക്കെ പറയുന്ന പോലെ യോഗി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നുമില്ലാത്ത ആൾ, സന്യാസിയോ അല്ല, ഒരു വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാണ്. ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം. നമ്മൾ പറഞ്ഞിട്ട് നോക്കണ്ട. ആർക്കെങ്കിലുമൊക്കെ യോഗി ആദിത്യനാഥിൻ്റെ പ്രായവും വിദ്യാഭ്യാസ യോഗ്യത അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഈ സംശയാലുക്കൾ കുറച്ച് കാര്യങ്ങൾ തേടി കണ്ടുപിടിക്കട്ടെ. അല്ല, തേടി കണ്ടുപിടിക്കത്തൊന്നുമില്ല. കൺമുന്നിൽ കാണുന്നത് പോലും വിശ്വസിച്ചാലും കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ശീലവും ജോലിയുമാണ്. വ്യാജ നാരേറ്റീവുകളിലാണ് ഇവർ നിലനിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ഉത്തർപ്രദേശിലെ ഹിന്ദി പത്രങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ്. അപ്പോൾ അവിടുത്തെ ഒരു 6 വരി പാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഇത് വിലയിരുത്താനായിട്ട് മുഖ്യമന്ത്രി വരുന്നു. അപ്പോൾ യോഗി ആദിത്യനാഥ് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഹൈ സെക്യൂരിറ്റി ഉള്ള ആളാണ്, വലിയ ഭീഷണിയുള്ള ആളാണ്. എന്നാലും നമ്മുടെ മുഖ്യമന്ത്രി വരുന്ന അത്രയുമില്ല 60 വാഹനങ്ങളുടെ അകമ്പടിയൊന്നുമില്ല. അദ്ദേഹത്തിന് ബ്ലാക്ക് കാറ്റുകളുടെ അകമ്പടിയുണ്ട്. നമ്മുടെ പോലീസുകാരെ പിടിച്ച് കറുത്ത സഫാരി സൂട്ട് ഇടിച്ചിട്ട് പത്തലും വെട്ടി യൂത്ത് കോൺഗ്രസ് തല്ലാൻ വിടുന്ന പോലെയല്ല, മെഷീൻ ഗണ്ണൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒറിജിനൽ ബ്ലാക്ക് കാറ്റുകൾ NSG ഉൾപ്പെടെയുള്ളത് യോഗിക്ക് ഉണ്ട്. കാരണം അദ്ദേഹം ഈ നാട്ടിലെ എല്ലാ അധാർമിക പ്രവർത്തികൾ ചെയ്യുന്നവരുടെയും അറിയാമല്ലോ. UP-യിലെ ബുൾഡോസർ മാത്രമല്ല, UP-യിലെ അധോലോകത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്തു. അതെ, ലോ ആൻഡ് ഓർഡർ ക്ലീനാക്കി. വെടിയുണ്ട കൊടുക്കുന്നതിനും വെടിയുണ്ട കൊടുത്ത് തന്നെ നിലപാട് വ്യക്തമായിരുന്നല്ലോ. ഉത്തർപ്രദേശ് അതൊക്കെ മാറി. ഉത്തർപ്രദേശിൽ എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ ഇപ്പോഴും അക്രമമൊന്നും ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഉത്തർപ്രദേശ് ശാന്തമായി വെടിപ്പാക്കി വരികയാണ്. എന്നാലും ഇപ്പോഴും കാരണം നടക്കുന്നുണ്ട്. അക്രമ സംഭവം നടക്കുന്നു പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് അല്ലേ. 80ഓളം MP-മാർ. MP-മാരുടെ എണ്ണം അവിടെ നിൽക്കട്ടെ. പാകിസ്ഥാനിൽ 20 കോടിയോ 22 കോടിയാണ് ജനസംഖ്യ. ഇവിടെ 24 കോടിയുണ്ട്. ഉത്തർപ്രദേശ് പാകിസ്ഥാനിനേക്കാളും വലിയ ജനസംഖ്യയുള്ള സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. വേണമെങ്കിൽ പാകിസ്ഥാൻ ഒരു രാജ്യമാണ്, ഉത്തർപ്രദേശും മറ്റൊരു രാജ്യമാണ്, കണ്ണും പൂട്ടി മറ്റൊരു രാജ്യമാണ് എന്ന് പറയാവുന്ന തരത്തിലുള്ള വലിപ്പമുള്ള സ്റ്റേറ്റാണ്. അതുകൊണ്ട് അവിടെ പലയിടത്തും എത്തിപ്പെടാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം യോഗിക്കൊന്നുമല്ല. യോഗി മുഖ്യമന്ത്രിയായിട്ട് എത്ര കാലമായി, BJP അധികാരത്തിൽ വന്നിട്ട് എത്ര കാലമായി, അതിന് മുമ്പ് ഭരിച്ചവരാരൊക്കെയാണ്. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ പിന്നാക്കാവസ്ഥ അത് മുതലെടുത്തിട്ട് വലിയ ഗുണ്ടാസംഘങ്ങൾ, അക്രമി സംഘങ്ങളൊക്കെ അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന കാലമാണ്. അവിടുത്തെ നിർഭാഗ്യവശാൽ അവിടുത്തെ അക്രമി ഗുണ്ട മാഫിയ സംഘങ്ങളുടെയൊക്കെ തലപ്പത്ത് വരുന്ന ആളുകളുടെയൊക്കെ പേര് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടതാണ്. നമ്മളിപ്പോൾ ഈ ആളുകൾ നമ്മൾ ചില സമുദായത്തോട് സ്പർദ്ധ വളർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു മതത്തിൻ്റെയും പേര് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ്, അവരാണ് തലപ്പത്ത് വരുന്നത്. അവരാണ് ഗുണ്ടകൾ. സമീപകാലത്ത് അങ്ങനെയുള്ള ഗുണ്ടകളെയൊക്കെ ഓരോ സ്ഥലത്ത് വെച്ച് ആളുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഒരാൾ ജയിലിൽ കിടന്ന് മരിച്ചു വന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പേരൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടൊന്നും ഞാൻ പേര് പറയുന്നില്ല. പേര് പറഞ്ഞാൽ മഹാഭാവമാണ്. നമ്മളെ ചിലപ്പോൾ ഹാക്ക് ചെയ്താലോ. ABC മലയാളം ഭീഷണിയുടെ നിഴലില്ല. ABC മലയാളം ഹാക്ക് ചെയ്തു. ഇനി നമ്മളൊരു സഹോദര സ്ഥാപനമാണ്. അതുകൊണ്ട് നമ്മളെ കൂടെ ഹാക്ക് ചെയ്താൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങി കേട്ടോ. ഉപജീവനത്തിന് അല്ലല്ലോ, ഉപജീവനമൊന്നുമല്ല, ഉപജീവനത്തിന് വേണ്ടി അല്ല. അവർ നമ്മൾ പേടിച്ചു എന്ന് അവർക്ക് തോന്നിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പേര് പറയുന്നില്ല. എന്നാലും പ്രത്യേക സമുദായം എന്ന് പറയും. ആ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ക്ലീനാക്കി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഗുണ്ടായുസം. ആ കൂട്ടത്തിൽ മറ്റതുകൂടിയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ട് X-ൽ. അതായത് രാമക്ഷേത്രം ഉണ്ടാക്കാൻ നടന്ന യോഗി UP-യിലെ അമ്പലങ്ങൾ പിടിച്ചെടുക്കുകയാണെന്ന്. എങ്ങനെയുണ്ട്? ഗുജറാത്തിൽ പണ്ട് ഇപ്പോഴും യൂട്യൂബിൽ നോക്കി അറിയാം. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ള വീഡിയോ
യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. റോഡ് വികസനം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ മോദി എന്ന് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിന് VHP പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നു കുറേ ക്ഷേത്രങ്ങളൊക്കെ ഏറ്റെടുക്കുകയും പൊളിക്കുകയൊക്കെ ചെയ്യുകയാണ് ആര്? യോഗി. അപ്പോൾ യോഗി ആദിത്യനാഥ് ബുൾഡോസർ വെക്കുന്നത് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. വികസനത്തിന് തടസ്സം ഉണ്ടായാൽ അല്ലെങ്കിൽ പൊതുസ്ഥലം കയ്യേറി ഉണ്ടാക്കുന്ന ആരാധനാലയങ്ങൾ, മോസ്ക് ആയാലും അമ്പലമായാലും യോഗി മോദി ഗുജറാത്തിൽ പൊളിച്ചതുപോലെ പൊളിക്കും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ പത്രങ്ങളിൽ വാർത്തയാവുന്നില്ല. എന്നാൽ ഇതിൻ്റെ പേരിൽ യോഗിയെയും മോദിയെയും ആക്രമിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പ് സുബ്രഹ്മണ്യ സ്വാമി എക്സിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് വാർത്തയാക്കുന്നില്ല. എന്താണെന്നറിയോ? അത് വാർത്തയാക്കിയാൽ മുസ്ലിങ്ങളുടെ അമ്പലങ്ങളും മോസ്കുകളും വീടുകളും മാത്രമല്ല യോഗി പൊളിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. അത് വരരുത്. അതുകൊണ്ട് അമ്പലം പൊളിക്കുന്ന വാർത്ത കൊടുക്കൂല. അതിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെയും UP സർക്കാരിൻ്റെയും സുബ്രഹ്മണ്യ സ്വാമി വിമർശിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ഇട്ടാലും വാർത്തയാവത്തില്ല. കാരണം എന്താ? അവരുടെ നാരേറ്റീവ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ കൊല്ലുന്നേ, ബുൾഡോസർ വെക്കുന്നേ മുസ്ലിങ്ങളെ മാത്രം അല്ല, പൊതുസ്ഥലം കയ്യേറി ഉണ്ടാക്കിയതൊക്കെ യോഗി പൊളിച്ചുകൊണ്ടിരിക്കുക. ഏത് ആരാധനാലയമാണെങ്കിലും അതിപ്പോൾ സംശയമുള്ളവർക്ക്, സംശയാലുക്കൾക്ക് വീണ്ടും പറയുകയാണ്, ഗൂഗിൾ ചെയ്താൽ കാണാം. എക്സിൽ കയറിയ സുബ്രഹ്മണ്യം സ്വാമി മിനിഞ്ഞാന്നിട്ട പോസ്റ്റും കാണാം. അത്രയേ പറയുന്നുള്ളൂ. എല്ലാം കൊണ്ട് നമ്മൾ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് യു സെർച്ച്, ഗൂഗിൾ ഇറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യമല്ല. അപ്പോൾ ഗോരഖ്പൂരിലെ ഈ പാലം കാണാനായിട്ട്, പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി വിലയിരുത്താൻ സുരക്ഷാ സേനയുടെയൊക്കെ അകമ്പടിയോടെ യോഗി എത്തി. അപ്പോൾ ഈ പാലം വിസിറ്റ് ചെയ്ത് പാലത്തിൻ്റെ പണിയൊക്കെ നോക്കി. ഈ പാലം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 10-14 പാലം പൊളിഞ്ഞു ബീഹാർ. അതെ, പഞ്ചോടിപ്പാലം. അതിൻ്റെ പേരിൽ ആ പാലം പൊളിഞ്ഞൊന്നും കാണാൻ രാഹുൽ ഗാന്ധി പോകുന്നില്ല. കാരണം ആ പാലമൊക്കെ പണിത് അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷിയായ കാലിത്തീറ്റ കുംഭകോണക്കാരൻ്റെ മകനായ തേജസ്വിയുടെ കാലത്ത് പണിത പാലങ്ങളാണ്. അതേക്കുറിച്ച് മിണ്ടുന്നില്ല. അതിപ്പോൾ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ പണിത പാലം പൊളിഞ്ഞ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മോദിയുടെ കാലത്തല്ല, അതിനു മുമ്പ് മോദിയുടെ കാലത്തുണ്ടായ ഒരു എയർപോർട്ടിൻ്റെ ഓട് പറന്നു പോയ വാർത്തയാണ്. അതെ, ഡൽഹിയിൽ പൊളിഞ്ഞു വീണത് മോദിയുടെ കാലത്തല്ല, മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പണിത എയർപോർട്ടാണ് ഭാഗമാണ് പൊളിഞ്ഞു വീണത്. എന്നിട്ടും മോദി സമാധാനം പറയണമെന്ന് ആദ്യം പോസ്റ്റ് ഇട്ട് പിന്നീട് കാര്യം വ്യക്തമായപ്പോൾ പിന്നെ മിണ്ടാട്ടമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അവിടെ വന്നപ്പോൾ യോഗി നോക്കുമ്പോൾ ആ 6 വരി പാലത്തിന് കുറച്ചപ്പുറത്തായിട്ട് ഒരു ഷീറ്റും ടിന്നും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീട് കണ്ടു. വലിയ വികസനമായിട്ട് 6 വരി പാത വരികയാണ്. അപ്പോൾ അവിടെ ചുറ്റുമുള്ള സ്ഥലമെല്ലാം സർക്കാർ ഏറ്റെടുത്തു, ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുത്തു, ആളുകളൊക്കെ പോയി. പിന്നെ കാണുന്നത് ഒരു ടർപ്പാളിൽ വിരിച്ച ഒരു വീട്, ഒരു ഷീറ്റ്. അവരുടെ സ്ഥലം ഹൈവേ വികസനത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ അവർ മാത്രം അവിടെ ഉണ്ട്, വീടില്ല. ഒരു അമ്മയും മകളും, മഞ്ജു എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ 10-15 വയസ്സ് പ്രായമുള്ള മകളുമാണ് താമസിക്കുന്നത്. അവർ മാത്രം, വേറെ ആരും ഇല്ല. അവർക്ക് വീടില്ല. മഴ പെയ്താൽ, നല്ല കാറ്റ് വന്നാൽ പറന്നു പോകുന്ന വീടാണ്. അപ്പോൾ UP മുഖ്യമന്ത്രി നേരെ അങ്ങോട്ട് ചെന്നു. ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രി ഈ വീട് കണ്ടിട്ട് ഇതാരാണെന്നറിയാൻ മുഖ്യമന്ത്രി അങ്ങോട്ട് നടന്നു ചെന്നിട്ട് ഇവരോട് സംസാരിച്ചിട്ട് വീടുണ്ടോ, എന്താ ഇവിടെ താമസിക്കുന്നത്, എല്ലാവരും ചോദിച്ച് വിവരങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോഴറിയുന്നവർ നിരാലംബരായ ഒരു അമ്മയും മക്കളുമാണ്. വീടില്ല, സ്ഥലമില്ല, അവിടെ പുറമ്പോക്കിൽ കുടിൽ കെട്ടി താമസിക്കുകയാണ്. താൽക്കാലിക കുടിൽ കെട്ടി താമസിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും യോഗിയെ പോലെയുള്ള ഒരു ക്രൂരനായ ഭരണാധികാരി ഉടനെ അടുത്ത ബുൾഡോസർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പൊളിച്ച് കളയടാ എന്ന് പറഞ്ഞു. ഈ കൂര അതാണല്ലോ എല്ലാവരും പറയാൻ പോകുന്ന ഒരു നറേറ്റീവ്. യോഗി പറഞ്ഞത് അവിടുത്തെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെയുണ്ട്. പറഞ്ഞു, ഇവരെ ഉടൻ തന്നെ ഇവർക്ക് സ്ഥലം അനുവദിക്കണം. എന്നിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഇവർക്ക് ഉടൻ വീട് വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുവരെ ഇവരെ സുരക്ഷിതമായി താമസിപ്പിക്കണം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിപ്പി അവിടെ ഉത്തരവ് കൊടുത്തു. മഞ്ജുവിന് സ്ഥലമാവുകയാണ്, വീടാവുകയാണ്. ഇപ്പോൾ താമസിക്കാൻ സുരക്ഷിതമായ സ്ഥലവും കിട്ടുന്നു. ഇത് ഒരു വാർത്തയല്ലേ? പിന്നെ നമ്മുടെ കേരളത്തിലൊരു സിനാറിയോ ആലോചിച്ച് നോക്കി. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ എല്ലാ ദിവസവും ആദിവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഷീറ്റ് വലിച്ച് കിടക്കുന്ന ആളുകളുടെ ചിത്രങ്ങളും വാർത്തകളും നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. നിസ്സഹായരായ മനുഷ്യരുടെ ചിത്രങ്ങൾ. എന്നെങ്കിലും നമ്മുടെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഒരു മന്ത്രി അങ്ങോട്ട് ചെന്നിട്ട് അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ? ഇവിടെ ഒരാൾക്കൊരു ലൈഫ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരമുള്ള
പദ്ധതിക്കാണ് ഇവിടെ പേര് മാറ്റി ലൈഫ് എന്നാക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഫണ്ടും അതിനകത്ത് കാര്യമായുണ്ട്. ആ പദ്ധതിക്ക് PMI പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് എഴുതി വെക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ ആണെന്ന് അറിയുമല്ലോ. പക്ഷേ അത് പ്രകാരം ഒരാൾക്കൊരു വീട് കിട്ടാൻ എന്തെല്ലാം നടപടിക്രമങ്ങളാണ്. അത് അപേക്ഷ കൊടുക്കണം, ജാതി നോക്കും, മതം നോക്കും, വരുമാനം നോക്കും. എന്നിട്ട് അവസാനം നിങ്ങൾ മേൽജാതിയാണ് അല്ലെ മറ്റേ ആണ് വരുമാനം കൂടുതലാണെന്ന് തള്ളും. അവസാനം വന്നാൽ കിട്ടുന്ന മിക്കവാറും ആർക്കാണെന്ന് നമുക്കറിയാം. പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം എങ്കിലും ഓക്കെയാണ്. ഇതാണ് കേരളത്തിലെ അവസ്ഥ. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ സങ്കടം പറയാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി ഒന്ന് കാണാൻ പറ്റുമോ? നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു യാത്ര തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകളൊക്കെ പ്രതീക്ഷിച്ചത് അത് മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ നേരിട്ട് കണ്ട് അപേക്ഷ കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ UP നടക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു മുഖ്യമന്ത്രിയുടെ പരിപാടി. മുഖ്യമന്ത്രി യോഗി നടന്നു വരും, ചുറ്റും ആളുകൾ കസേരയിട്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ മേടിക്കും, അത് വായിക്കും, തൊട്ടു പിന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും നടപടി എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ കൊടുത്ത് തീർപ്പാക്കുകയാണ്. ഉമ്മൻചാണ്ടി പണ്ട് നടത്തിയതിൻ്റെ കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ടുള്ള, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. യോഗിയാണെങ്കിൽ ഒരു വലിയ ഹാളിൽ ആളുകൾ കസേരയിട്ടിരിക്കുന്നു, ഓരോരുത്തരുടെ അടുത്തേക്ക് മുഖ്യമന്ത്രി നടന്നു വന്ന് നേരിട്ട് അപേക്ഷ മേടിച്ച് അതിന് തത്സമയം പരിഹാരം ഉണ്ടാക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. ഇതാണ് UP നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ വാർത്തയൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയും നിങ്ങൾ ഈ പറയുന്ന കിരാതമായ വൃത്തികെട്ട UP ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സീറ്റ് കിട്ടിയപ്പോൾ UP, പണ്ടൊക്കെ UP എന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പോൾ മാറിയിട്ട് UP എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ UP നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ മനുഷ്യൻ, ഈ കാവി ചുറ്റിയ മനുഷ്യൻ, അദ്ദേഹത്തിന് മനുഷ്യരെ അറിയാം, ഹൃദയങ്ങളെ അറിയാം, മനസ്സറിയാം, ദാരിദ്ര്യം അറിയാം, കഷ്ടപ്പാടറിയാം, കണ്ണീരിൻ്റെ വിലയറിയാം. അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് കഴിഞ്ഞ ശനിയാഴ്ച മഞ്ജു എന്ന സ്ത്രീയുടെ വീട്ടിലെത്തി അവരെ കണ്ട് അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് അവർക്ക് മണ്ണും വീടും കൊടുക്കാൻ UP മുഖ്യമന്ത്രി തീരുമാനിച്ചത്. ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്ന കാലം എന്നായിരിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അത് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കട്ടെ. പ്രേക്ഷകർക്ക് മുന്നിൽ ഈ ഒരു കൊച്ചു കഥ പറയാനാണ് ഞങ്ങൾ വന്നത്.